യുക്തിവാദി ഇസ്ലാം ഈ കോൺട്രവേഴ്സി കുറേ ദിവസമായിട്ട് നടക്കുന്നതിന് എനിക്കും കുറേ അധികം പേരുടെ വാക്കുകളിൽ നിന്ന് കേട്ടത് മനസ്സിലായത് കൊണ്ട് മാത്രം ഞാൻ ഇതൊന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. വാസ്തവത്തിൽ ഞാൻ വളരെ ശക്തമായി വിമർശിക്കുന്നത് എക്സ് മുസ്ലിമിനാണ്. അതിനൊരു റീസൺ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നവർ തീർത്തും ഏറ്റവും ഈസി ആയിട്ട് ഇസ്ലാമിനെ അങ്ങോട്ട് മാത്രം അടിക്കുന്നു. മറ്റുള്ളവരെ പറ്റി പഠിക്കാനോ അതിനെ പറയാനോ ഒരു തയ്യാറാകുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം അത് കേസ് വരും. കാരണം നമുക്ക് നമ്മുടെ മതത്തിനെ വിമർശിക്കാം, മറ്റൊരു മതത്തിനെ പറയുമ്പോൾ അവർക്ക് കേസ് കൊടുക്കാൻ പറ്റും. അതൊരു വലിയ പ്രശ്നമുള്ള കേസാണ്. ഒരു യുക്തിവാദിയും അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കില്ല. യുക്തിവാദം എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യ ബോധ നിലവാരം ഉയരുന്ന ഒരു അവസ്ഥയാണ്. അത് മാത്രവുമല്ല, ഇതിൻ്റെയൊക്കെ നൂലായ്മകൾ, ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസിനെ ഒക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. ഇപ്പം നമ്മുടെ അറിവുകേടാണ് നമ്മളെ കൊണ്ട് പല ഭയത്തിലും എത്തിക്കുന്നത്. അത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു വാഹനം ഓടിക്കുന്നു എന്ന് വയ്ക്കുക. ആ വാഹനത്തിൻ്റെ പൾസ് അറിയാം. അത് ഇത്ര ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര വേഗത്തിൽ ഓടും, ഇത്ര ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ വേഗത്തിൽ ഓടും എന്നൊരു ഐഡിയ ഉള്ള ഒരുത്തനെങ്കിൽ അത് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്മൂത്തായിട്ട് പോകും. അതറിയാത്തവൻ അത് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള വേരിയേഷൻസ് വരും. അപ്പോൾ ആ വേരിയേഷൻസ് ഇവർക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. എക്സ് മുസ്ലിംസ് ചെയ്യുന്നതൊക്കെ തന്നെ ഓൾമോസ്റ്റ് അങ്ങനെയാണ്. അവർ മതം വിടുന്നു, അടുത്ത് ജോലിക്കൊന്നും പോകുന്നില്ല, പകരം ഒരു യൂട്യൂബ് ചാനലും കൊണ്ട് അവർ കയറി കുത്തിയിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന എക്സ് മുസ്ലിംസിൻ്റെ ഈ ബോധം എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ആകുന്നത് എന്നുള്ളതാണ്. മിക്കവാറും യുക്തിവാദികളെ കണ്ടു കഴിഞ്ഞാൽ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് ആയിരിക്കും യുക്തിവാദികളൊക്കെ തന്നെ. നല്ല പഠിച്ച് നല്ല അറിവുള്ള മനുഷ്യർ തന്നെയായിരിക്കും യുക്തിവാദികളായിട്ട് ട്രാൻസ്ഫോം ചെയ്യാം. മെജോറിറ്റി ഓഫ് ദം ജോബ് ഉണ്ടായിരിക്കും, ടീച്ചേഴ്സ് പ്രൊഫഷൻ ആയിരിക്കും, സയൻസ് പ്രൊഫസേഴ്സ് ആയിരിക്കും, അങ്ങനെ PhD ലെവലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അക്കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. മുൻപുള്ള യുക്തിവാദികളായിരുന്നാലും ഇപ്പോഴുള്ളവരാണ് നല്ല എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, നല്ല പരന്ന വായനയുള്ളവരായിരിക്കും. നമുക്ക് അവരോട് കോമ്പീറ്റ് ചെയ്യാനേ പറ്റത്തില്ല, അമ്മാതിരി ടാലൻ്റ് ഉള്ളവരായിരിക്കും. പക്ഷേ എക്സ് മുസ്ലിമിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുറത്തേക്ക് വരണം. ഒരു ഫാമിലിയുടെ ഒരു സറൗണ്ടിങ്ങിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകണം. സിനിമയ്ക്ക് പോകണം, രാത്രി ആരെങ്കിലും ബൈക്കിൻ്റെ പുറത്ത് കയറി ചുറ്റാൻ പോകണം. ഇങ്ങനെ തുടങ്ങിയുള്ള കൗശലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ എക്സ് മുസ്ലിം ആകുന്നത്. ഫ്രീ സെക്സ്, തോന്നിവാസം പോലെ നടക്കുക, ഇത് ഇസ്ലാം നിഷേധിക്കുന്നു, നിരോധിക്കുന്നു. അത് ഒരാളുടെ പേഴ്സണൽ വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യം വിലക്കപ്പെടുന്നത് തന്നെയാണ്. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ധൈര്യസമേതം പറയാനുള്ള തൻ്റെ ഇടം മാറ്റി നിർത്തിയിട്ട് ഞാൻ എക്സ് മുസ്ലിം ആയി എന്ന് പറയുന്നതാണ് ഈസി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറേ അധികം പേര് എക്സ് മുസ്ലിം ആവുന്നുണ്ട്. അതാണ് നിങ്ങൾ കാണുന്ന എക്സ് മുസ്ലിം. അല്ല, അവർ യുക്തിവാദികളെ അല്ല. മെജോറിറ്റി ആൾക്കാരും യുക്തിവാദികളെയാണ് ആക്രമിക്കുന്നത്. ഏത് ഇസ്ലാം വിഭാഗക്കാരും. നിങ്ങൾ പല പ്രാവശ്യം റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യമാണ്, ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുക്തിവാദികൾ നിങ്ങളുടെ ശത്രുക്കളല്ല. യുക്തിവാദികൾ ആരുടെയും ശത്രുക്കളല്ല. അപ്പ് ആൻഡ് ഡൗൺസ്, പോരായ്മകൾ, നന്മ തിന്മകൾ പറഞ്ഞു തരിക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം. സംടൈംസ് അവരൊന്ന് ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് ഈ പറയുന്ന സംഗതി ലോജിക്കല്ല എന്ന് മനസ്സിലായിട്ടാണ് അവർ ചിരിക്കുന്നത്. കാരണം നിങ്ങളോട് സംവദിക്കാത്തത്, മൗനമായി ഇരിക്കുന്നത്, നിങ്ങളോടത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇസ്ലാമിൽ ഇത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ്? തലയിൽ തട്ടമിടാതെ നടക്കുന്നത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പറയും അവരത് നല്ലപോലെ പഠിച്ചവരായിരിക്കും. ഇസ്ലാമിൽ നിങ്ങൾക്ക് നിഷേധിച്ചാലും ഇല്ലെങ്കിലും ഇത് ചോയ്സ് ആണെന്ന് നിങ്ങൾ തന്നെ പറയുന്നില്ല. എന്നെ പിന്നീട് സമയത്ത് ഇതറിയുന്ന അവർ ചിരിക്കുകയല്ലേ ഉള്ളൂ, പകരം നിങ്ങളോട് തർക്കിക്കോ? ഇല്ല. ഒന്ന് നിർബന്ധമാകുക, സുന്നത്ത് ഫറലൊന്നും ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം, അവർ ചിരിക്കുകയുള്ളൂ. കാരണം നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ തർക്കബുദ്ധി വേണ്ടാന്ന് വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കും. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അയാൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളത്. അതറിയുന്ന യുക്തിവാദികൾ മൗനമായിരിക്കും. അതേസമയം മറ്റൊരാൾ നിങ്ങളെ ആക്രമിക്കുമ്പോൾ ആ അക്രമം പാടില്ല എന്ന് പറയാൻ യുക്തിവാദികൾക്ക് സാധിക്കും. കാരണം നിങ്ങളിലുള്ള ഗോത്രീയതയേക്കാൾ കൂടുതൽ ഗോത്രീയത അപ്പുറത്തുണ്ടെന്നുള്ള ബോധമുള്ളത് ഈ യുക്തിവാദികൾക്കാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര എക്സ് മുസ്ലിം സംസാരിക്കുന്നുണ്ട്? ഇപ്പം എക്സ് മുസ്ലിം എന്ന് പറയുന്നവർ യുക്തിവാദികളാണെങ്കിൽ ഒരു പൊതുവിഷയത്തിൽ എത്ര എക്സ് മുസ്ലിം ഇടപെടുന്നുണ്ട് എന്ന് നോക്കുക. ആരാണ് പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നോ അവനാണ് യുക്തിവാദി. അത് യുക്തിയാണ്, ഒരാളുടെ യുക്തിയിലാണ് അത് പറക്കുന്നത്. ഇപ്പോൾ ഗുജറാത്ത് കലാപം നടന്നു. ഗുജറാത്തിൽ ഒരുപാട് പെൺകുട്ടികളെ നശിപ്പിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഈ വിഷയം ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഈ യുക്തിവാദികൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല? അതെന്താ അവർക്ക് നോവുമോ? എന്താ പ്രശ്നം? അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അവർ യുക്തിവാദികളല്ല എന്ന്? അപ്പോൾ ഈ ഒരു ജോയിൻ്റ് ആക്കൽ, എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു ആൾക്കാരെ നിങ്ങൾ ഇതിനെ ജോയിൻറ്റ് ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യരുത്. എനിക്ക് ഒരുപാട് ഇതിനെപ്പറ്റി വിശദമായി പറഞ്ഞു തരണമെന്നുണ്ട്.
ഞാൻ ഈ പറയുന്നത് എക്സ് മുസ്ലിമിൻ്റെയോ യുക്തിവാദികളോടോ അല്ല, ഇസ്ലാം മതവിശ്വാസികളോടാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ആക്രമണത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായ ഒരുപാട് യുക്തിവാദികളെ എനിക്കറിയാം. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് എഴുത്തുകളിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരാണ്. നിങ്ങൾ അടച്ചാക്ഷേപിക്കുമ്പോൾ അവർ കൂടെ മനം മടുക്കും. ഇവരുടെ ടാർഗറ്റും അതാണ്. എച്ചിൽ മുസ്ലിമുകളുടെ ടാർഗറ്റ് അതാണ്. നിങ്ങളെ അവരിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ ആക്രമണം കിട്ടും. നിങ്ങൾ തകർന്നു പോകുന്നൊന്നും വശമില്ല, പക്ഷെ ആക്രമണത്തിന് ആക്കം കൂടും. ആ ആക്കത്തിൽ അവർക്ക് കൂടുതൽ ഉപദ്രവിക്കാം. ചെറിയ നിസ്സാര പിണക്കങ്ങളാണ്. ഇപ്പോൾ നമ്മളെ ഒരാൾ വഴക്ക് പറയുന്നു, അയൽപക്കത്ത് ഒരാൾ നമ്മളോട് ഭയങ്കര മോശമായി പറയുന്നു, മരണം വരെ അയാളോട് നമ്മൾ മോശമായിട്ട് തന്നെ ഇരിക്കണം എന്ന് വിചാരിക്കുന്നതാണ് എക്സ് മുസ്ലിം. നിങ്ങൾ അങ്ങനെയല്ല. വഴക്ക് പറഞ്ഞാൽ അവർ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞാണ് സാരമില്ല, സോറി എന്ന് പറഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അപ്പുറത്ത് അങ്ങനെയല്ല, അവർ ഭയങ്കരമായിട്ട് അത് ഹേർട്ട് ചെയ്യും. മാത്രമല്ല അവരെ ഈ സൊസൈറ്റി ഒറ്റപ്പെടുത്താറുണ്ട്. അവർക്കൊരു യൂണിറ്റി പോലുമില്ല. യുക്തിവാദികൾക്ക് അങ്ങനെയല്ല, അവർക്ക് സംഘടനയുണ്ട്, സംഘടനയുടെ ബലമുണ്ട്. പല 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 യുക്തിവാദ സംഘടനകൾ വന്നിട്ടുണ്ടെങ്കിൽ സംഘടന ബലമുണ്ട് അവർക്കൊരു യൂണിറ്റി ഉണ്ട്. പക്ഷെ ഇവർക്കതില്ല. പരസ്പരം വെല്ലുകുത്തുകയും അടിപിടി ലഹളി. അതെന്തുകൊണ്ടെന്നറിയാമോ? ജീവിത രീതി സ്ട്രെയിറ്റ് അല്ല. അവരതിലേക്ക് വന്നത്, എക്സ് മുസ്ലിമായി വന്നതിൻ്റെ കാരണം തന്നെ വളഞ്ഞ് ചിന്തിക്കാനും വളഞ്ഞ് സഞ്ചരിക്കാനും വേണ്ടിയിട്ടാണ്. ഫ്രീഡമാണ് മെയിൻ സാധനം. ആ ഫ്രീഡം അവരുദ്ദേശിക്കുന്നത് ഇതാണ്. അവർ ഫെമിനിസത്തിനെ പോലും വളച്ചൊടിക്കും. ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയം സമത്വമാണ്. ആണിനും പെണ്ണിനും തുല്യത പരിഗണനയാണ്. നമ്മുടെ നാട്ടിൽ അതില്ല. ഇവിടെ ആൺ മേൽക്കോയ്മയ്ക്കാണ് വാല്യൂ. അങ്ങനെയുള്ള ഒരു സമൂഹം തന്നെയാണിത്. പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു സമൂഹം. അപ്പോൾ ഇവിടെ സ്ത്രീക്ക് സമത്വം കിട്ടാൻ വേണ്ടിയിട്ട് പൊരുതുന്നു. അത് ഇന്ന മതമൊന്നുമില്ല, എല്ലാ മതത്തിലും പ്രശ്നമുണ്ട്. ഗ്രാജുവലി നമുക്ക് കിട്ടിയാണ്. ഈ നമ്മുടെ ക്രൈസ്തവ മതത്തിലെ സ്വത്തവകാശ തർക്കം മേരി റോയിയാണ് അത് കൊണ്ടുവന്നത്. എത്രയോ വർഷക്കാലം തനിയാൾ പോരാട്ടമാണ്. ഒരു സ്ത്രീ തനിച്ചു പൊരുതുകയാണ് ചെയ്തത്. അങ്ങനെ അവരത് കൊണ്ടുവന്നു. അവരെന്തോരം അവഹേളനം കേട്ടു, എന്തെല്ലാം ബുദ്ധിമുട്ട് അവർ സഹിച്ചു. ഓരോ വിഭാഗത്തിലും അങ്ങനെ ആൾക്കാരുണ്ട്, ഓരോന്നിലുമുണ്ട്. ഇതിനകത്തുകൊണ്ട് ഒരു പാർവതി അന്തർജനം. അതും ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർക്കത് വരേണ്ട ആവശ്യമില്ല. പക്ഷെ അവരതിനകത്ത് കണ്ട ഒരു കാര്യം, ഇല്ലത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു ആഭാസം കല്യാണമാണ്. കല്യാണ രാമന്മാരാണ് നമ്പൂരീശാമാർ. അത് പാടില്ല. അപ്പോൾ അവർക്ക് തോന്നി ആ പെണ്ണുങ്ങളുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അവർക്ക് അങ്ങനെ ഒരു വശമുണ്ടായിരുന്നു. അവരെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്തില്ല, പക്ഷെ അവരെ കുടുംബം അയാളെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇറങ്ങിയത് കൊണ്ടാണ് അവർക്കുള്ള ആ കൂട്ടത്തിലുള്ളവർക്ക് മോചനമായി. അപ്പോൾ അങ്ങനെ ആ വിഭാഗത്തിലും ഈ വിഭാഗത്തിലും എന്നല്ല, എല്ലാ വിഭാഗത്തിലും സ്ത്രീകൾ അവഗണനയിലും മോശപ്പെട്ട ഒരു സാഹചര്യത്തിലുമാണ് ഉണ്ടായിരുന്നത്. നായർ കമ്മ്യൂണിറ്റി എന്തോരം ബുദ്ധിമുട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. മന്നത്ത് പത്മനാഭൻ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നവോത്ഥാന നായകനാണ്, ബാക്കിയുള്ളവർക്ക് സംഖ്യയായിരിക്കാം. പക്ഷെ നവോത്ഥാന നായകനാണ് അയാൾ. അദ്ദേഹം കൊണ്ടുവന്നു ചില കാര്യങ്ങൾ, അതുകൊണ്ട് അവിടെ സേവായി. നാരായണ ഗുരു ഈ വിഭാഗത്തിൻ്റെ ഓരോ വിഭാഗത്തിലും ഓരോ മനുഷ്യർ വന്ന് അവരുടെ ലൈഫ് അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത് എഫർട്ട് എടുത്താണ് മുൻപോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാത്തിലും പ്രശ്നമുള്ളതാണ്, എല്ലാത്തിലും പോരായ്മകളും നന്മയുമുണ്ട്. നന്മ നിഴലിച്ച് നിൽക്കുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുകയും തിന്മ നിഴലിച്ച് നിൽക്കുന്നതിനെ നിൽക്കുകയും ചെയ്യുന്നതാണ് യുക്തി. അതാണ് യുക്തി. ആ യുക്തി ഉള്ളവരാണ് അപ്പുറത്ത് നിൽക്കുന്നവരെന്ന് ബോധ്യപ്പെടുക, മനസ്സിലാക്കുക. നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? സ്വസ്ഥമായി ജീവിച്ചു പോവുക. ഇവിടെ അപരവൽക്കരണം ഏർപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാമിയർ. ഈ ഇന്ത്യയിൽ ഇസ്ലാമായി ജീവിക്കുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു ടാസ്ക്കാണ്. ഇവിടെ ജീവിക്കണം, സ്വസ്ഥമായി നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തരാവുക, സംഘടിക്കുവിൻ, ശക്തരാകുവിൻ. നിങ്ങളുടെ ആൾക്കാരെ ഭരണ പങ്കാളിത്തത്തിലേക്ക് എത്തിക്കുക, മണ്ടന്മാരാകാതിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി കൊള്ളൂത്ത് നടത്താതെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം നന്നായി നോക്കുക. അതാണ് ചെയ്യേണ്ടത്. പകരം ഈ പറയുന്നവർക്ക് വേണ്ടി അയാൾ വന്ന് നിൽക്കുന്നു, എന്നാൽ നമ്പൂരീശാൻ അങ്ങോട്ട് വോട്ടിട്ട് കൊടുക്കുക. നമ്പൂരീശാൻ ജയിച്ചാൽ നമ്പൂരീശാൻ്റെ കൂട്ടരെ നന്നാക്കും, നിങ്ങളുടെ കൂട്ടര് ജയിച്ചാൽ നിങ്ങളുടെ കൂട്ടരെ നന്നാക്കും. അതങ്ങനെയാണ്. ചിലപ്പോൾ അത് വർഗീയത പറച്ചിലാണെന്ന് തോന്നിയാലും ഒന്നുമില്ല, അത് അങ്ങനെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തലുകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു പ്രോബ്ലവുമില്ല. അവരവിടെ കിടന്ന് പറയട്ടെ, അവരെ ഉപദ്രവിക്കാൻ പോകാതിരിക്കുക. എച്ച് മുസ്ലിം ആണ്, അവർ പ്രശ്നക്കാരാണ്, അവർ മോശമാണ് പറയുന്നുണ്ട്, ഇഗ്നോർ ദം. അവരെ പ്രൊവോക്ക് ചെയ്യാൻ പോകാതിരുന്ന പ്രശ്നമില്ല. ഇനി അവരെ യുക്തിവാദികളാണെന്ന് കൺസിഡർ ചെയ്ത് നിങ്ങൾ യുക്തിവാദികളെയും കൂടെ കയറി അടിച്ചാൽ അത് വലിയ നഷ്ടമായിരിക്കും നിങ്ങൾക്ക് കൊണ്ട് തരിക എന്നുള്ളത് പറയണമെന്ന് തോന്നി പറഞ്ഞു. ഇതിൻ്റെ പേരിൽ ഇവിടെ വന്ന് കിടന്ന് എൻ്റെ അടുത്ത് വായ്ത്താളം അടിച്ചിട്ടൊന്നും കാര്യമില്ല. എനിക്ക് എൻ്റേതായ നിലപാടുകളുണ്ട്. പല രീതിയിൽ പലയിടങ്ങളിൽ നിന്ന് അമ്പെയ്ത്തും കല്ലേറും ഒക്കെ ഞാൻ ഇഷ്ടംമാതിരി വാങ്ങിച്ചെടുക്കുന്നുണ്ട്.
പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റേതായ ചില നിലപാടുകളുണ്ട്. എൻ്റെ നിലപാടുകൾ, എൻ്റെ ശരികളിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല, ഇനി തയ്യാറാവുകയുമില്ല. ഇതിൽ ഒരുപാട് അവഹേളനം നിങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ ഇത് പഠിക്കണമെന്ന് തോന്നിയിട്ട് എനിക്ക് ട്യൂട്ടേഴ്സ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഇത് പഠിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും സപ്പോർട്ടീവായി വന്നിരിക്കും. പക്ഷെ അതെൻ്റെ ഉദ്ദേശമല്ല എന്നുള്ളത് വസ്തുത. താല്പര്യമില്ല എനിക്ക് സമകാലിക വിഷയങ്ങളുമായി മുൻപോട്ട് പോകാൻ. പലരും വന്ന് കമൻ്റ് ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഇത് ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ, എൻ്റെ സംശയ ദൂരീകരണത്തിനാണ്. ഇന്നലെ ക്ലബ് ഹൗസിൽ നടന്ന ഒരു ചർച്ചയ്ക്കിടയിൽ പോലും ഒരായത്തും ഒക്കെ കൊണ്ടുവന്ന് വളരെ മോശമായി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ കൺഫ്യൂഷൻ വരുന്നു. സോ ഞാൻ അതിൻ്റെ സംശയ ദൂരീകരണം നടത്തുന്നുണ്ട്. അക്കോർഡിംഗ്ലി ഞാനത് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓഫ്കോഴ്സ് ഞാൻ എക്സ് മുസ്ലിമിനെ പറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഇഷ്ടം പോലെ ഹേറ്റ് വരും. അതിൻ്റെ കൂടെ അവർ റിപ്പോർട്ടും ചെയ്യും. റീച്ച് ആക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ മാക്സിമം എത്തിക്കേണ്ടവരിൽ ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് റിക്വസ്റ്റാണ്. നന്ദി.